ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അവർക്കും ഫാമിലി കാറ്റഗീസും അവരിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചാണ്. നമ്മുടെ ചെറിയ വേദോപദേശ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് വിശ്വാസത്തിൻ്റെ തലപ്പെട്ട 2 രഹസ്യങ്ങളെക്കുറിച്ച്. അതിൽ ഒന്നാമത്തേത് ദൈവത്തിൻ്റെ ഏകത്വവും ത്രിത്വവുമാണ്. രണ്ടാമത്തേത് പുത്രൻ തമ്പുരാൻ്റെ മനുഷ്യാവതാരവും പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പുമാണ്. ഈ 2 വിശ്വാസ സത്യങ്ങളെ അഥവാ രഹസ്യങ്ങളെ അടിസ്ഥാനപരമായിട്ട് അല്ലെങ്കിൽ വിശ്വാസ സത്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉന്നതമായിട്ടാണ് ക്രൈസ്തവ വിശ്വാസം മനസ്സിലാക്കുന്നത്. കാരണം അവയെ അടിസ്ഥാനപ്പെടുത്തിയാണ് മറ്റു വിശ്വാസങ്ങളുമെല്ലാം ഉത്ഭവിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ത്രിത്വം എന്നുള്ളത് നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ട് നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതിന് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൂടി ആവശ്യമാണ്. പരിശുദ്ധ ത്രിത്വം എന്നാൽ ദൈവ സ്വഭാവത്തിൽ ഏകമായിരിക്കുന്ന ദൈവം 3 ആളുകളായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇവരുടെ നാമം എപ്പോഴും മധ്യസ്ഥം യാചിച്ചുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ആരംഭിക്കുന്നത്. എന്നാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമങ്ങളിൽ എന്ന് നമ്മൾ പറയാറില്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ, അങ്ങനെയാണ് നമ്മൾ പറയാറുള്ളത്. ഏക ദൈവമായിട്ട് നമ്മൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും മനസ്സിലാക്കും. ദൈവ സ്വഭാവത്തിൽ അവർ ഏകരാണ്. എന്നാൽ അവർ ചെയ്യുന്ന കർമ്മങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിതാവ് സൃഷ്ടികർമ്മം നടത്തുന്നു, പുത്രൻ പരിപാലിക്കുന്നു, പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിക്കുന്നു. എന്നാൽ ഇവയെ മൂന്നായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. എവിടെയെല്ലാം പിതാവ് സന്നിഹിതനാണോ അവിടെയെല്ലാം പുത്രനും പരിശുദ്ധാത്മാവും സന്നിഹിതരാണ്. എവിടെയെല്ലാം പുത്രൻ സന്നിഹിതനാണോ അവിടെയെല്ലാം പിതാവും പരിശുദ്ധാത്മാവും സന്നിഹിതരാണ്. അതാണ് ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് പറയുന്നുണ്ട്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. എവിടെയെല്ലാം പരിശുദ്ധാത്മാവുണ്ടോ അവിടെയെല്ലാം പിതാവും പുത്രനുമുണ്ട്. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള വിശ്വാസ സത്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ ഉടനീളം കാണുന്നുണ്ട്. പലയിടങ്ങളിൽ ദൈവം സ്വയം തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏകവചനത്തിന് പകരം ബഹുവചനം ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യം പറയുന്നു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യം പറയും, ഇസ്രായേലെ കേൾക്കുക, ദൈവം ഏകനാണ്, അവിടുന്ന് ഏകൻ മാത്രം. പിന്നീട് പുതിയ നിയമത്തിൽ ഈശോയുടെ പരസ്യ ജീവിതത്തിന് തൊട്ട് മുൻപ് മാമോദീസ വേളയിലാണ് പരിശുദ്ധ ത്രിത്വത്തെ പൂർണ്ണമായിട്ടും നമുക്ക് വെളിപ്പെട്ട് മനസ്സിലാകുന്നത്. സഭയുടെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ സഭാപിതാക്കന്മാരായ വിശുദ്ധ ഹിലരി, വിശുദ്ധ അഗസ്തീനോസ്, കപ്പദോഷ്യൻ പിതാക്കന്മാരായ വിശുദ്ധ ബസേലിയോസ്, വിശുദ്ധ ഗ്രിഗറി നസിയാൻസൻ, വിശുദ്ധ ഗ്രിഗറി നീസ, ഇവരെല്ലാം പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് ആഴമായ പ്രബോധനങ്ങൾ നൽകുന്നുണ്ട്. ഇവയിൽ ഏറ്റവും അധികം പ്രബോധനങ്ങൾ നൽകിയത് പാശ്ചാത്യ സഭയിൽ വിശുദ്ധ അഗസ്തീനോസും അതുപോലെ പൗരസ്ത്യ സഭയിൽ അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിലുമാണ്. പരിശുദ്ധ ത്രിത്വത്തെ നമുക്ക് പല രീതിയിൽ മനസ്സിലാക്കാം. പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലെങ്കിലും വിവിധ ഉപമകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശുദ്ധ അഗസ്തീനോസ് നൽകുന്ന ഏറ്റവും വലിയ ഉപമ ഇതാണ്. പരിശുദ്ധ ത്രിത്വം എന്നാൽ നമ്മുടെ മനസ്സിനോട് നമുക്ക് ഉപമിക്കാവുന്നതാണ്. മനസ്സിന് ഒരേ സമയത്ത് ആഗ്രഹിക്കാനും ഓർത്തെടുക്കാനും അതുപോലെ ചിന്തിക്കാനുമുള്ള കഴിവുണ്ട്. ഇതുപോലെ തന്നെയാണ് പരിശുദ്ധ ത്രിത്വം. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പരിശുദ്ധ ത്രിത്വം എന്നാൽ നമ്മൾ ചിന്തിച്ച് അല്ലെങ്കിൽ ഒത്തിരിയേറെ ആലോചിച്ച് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സമസ്യയല്ല, മറിച്ച് നമ്മൾ ജീവിച്ചു തീർക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. എപ്പോഴും അങ്ങനെയാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അർത്ഥവും നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തുന്നത്. ദൈവം സ്നേഹത്തിൽ നിലനിൽക്കുമ്പോൾ ത്രിത്വമായിട്ട് മാത്രമേ ദൈവത്തിന് നിലനിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ത്രിത്വം എന്നുള്ളത് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത ഒരു സമസ്യയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ സാധാരണത്വത്തിൽ നമ്മൾ കാണുന്ന ഒരു ജീവിത ശൈലിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധ ത്രിത്വത്തെ ധ്യാനിക്കാനും കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും നമുക്ക് പരിശ്രമിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ.